കുടുംബസങ്കല്പത്തിലുള്ള ഗണപതിയാണ് സൂര്യകാലടിയിൽ എന്ന് പറഞ്ഞു. മാതൃഭാവത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഗണപതിയുടെ ഭാര്യമാർ സിദ്ധി ബുദ്ധി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ സൂര്യകാലടിയിലെ സങ്കല്പം അനുസരിച്ച് ഭാര്യാസമേതനാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ സങ്കല്പങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് വ്യാഖ്യാനിക്കാം. കൃഷ്ണ ഗണപതി എന്നൊക്കെ പറഞ്ഞ് ഓരോ അതൊക്കെ നോർത്ത് ഇന്ത്യൻ ശൈലിയാണ്. അതൊക്കെ പുറത്ത് പ്രദക്ഷിണം വെക്കുമ്പോഴും അകത്ത് പ്രദക്ഷിണം വെക്കുമ്പോഴും ഈ ബലിക്കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ അകത്തൂടെയാണോ പോകേണ്ടത് പുറത്തൂടെയാണോ? അതാ ചിലര് മറികടന്നു പോകും, ചിലതിന്റെ അകത്തൂടെ ഉള്ള സ്ഥലം ഉപയോഗിച്ച് ചിലർ അതിന്റെ പുറത്തൂടെ ആയിരിക്കും. നമുക്കിത് എങ്ങനെ പോകണമെന്ന് പോലും അറിയില്ല. ഓരോ ദേവതാ സങ്കല്പങ്ങളും വൈവിധ്യങ്ങളാണ്. ഇവിടുത്തെ സൂര്യകാലടിയുടെ ഗണപതിയുടെ വിശേഷം സിംഹഗണപതി, ലക്ഷ്മി ഗണപതി, അങ്ങനെയൊക്കെ പല വിധത്തിൽ ഇതിൻ്റെ ഒരു ഭക്തൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളിതിന് ആരെയാണ് ആരാധിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ഗണപതി ഒരുപക്ഷെ ഇനി ധനവുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾ ലക്ഷ്മി ഗണപതിയെ ആരാധിക്കണോ, അതോ ഇനി ധൈര്യം വരാനാണോ സിംഹഗണപതി? ഇങ്ങനെ ഭക്തന് പലവിധ സംശയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഭക്തന് മനസ്സിലാകുന്ന വിധത്തിൽ ഈ വ്യത്യസ്ത സങ്കല്പങ്ങളൊന്ന് പറഞ്ഞു. രത്നകലശ പ്രോദ്യോൽക്കരാംഭോരുഹ ധേയോ വല്ലഭയാച പത്മകരയ ശ്ലീഷ്ടോജ്വലൽ ഭൂഷയ വിശ്വോൽപത്തി വിനാശ സംസ്ഥിതികരോ വിഘ്നോ വിശിഷ്ടാർത്ഥത. ഇതാണ്. അതായത് ഒരുപക്ഷെ തിരുമേനി പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഭക്തൻ്റെ ഭക്തിക്കും ഭാവനയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ച് നമുക്ക് അനുഗ്രഹം തരാനായിട്ട് ഒരു മത്സരം നടന്നതൊക്കെ അറിയാമല്ലോ. ശിവനും സുബ്രഹ്മണ്യ സ്വാമിയും കൂടി ഒരു പഴത്തിന് വേണ്ടിയിട്ട് മത്സരം നടത്തിയതും സ്ത്രൈണ ഗണപതിയുണ്ട്. അതും അങ്ങനെ ഒരു ഭാവമുണ്ട്. സ്ത്രീ രൂപത്തിലുള്ള ഗണപതി സങ്കല്പമുണ്ട്. ഇങ്ങനെ ഭക്തനെ സംബന്ധിച്ചുള്ള അവിടെ പോകുമ്പോൾ നമ്മൾ കൊടുത്ത പുഷ്പാഞ്ജലി എപ്പോൾ കിട്ടും, നമ്മൾ കൊടുത്ത നമ്മുടെ കഴിപ്പിച്ച പായസം എപ്പോൾ കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും അറിയുന്നില്ല. മറ്റ് ഗണപതി ക്ഷേത്രങ്ങളൊന്നും പ്രാധാന്യം കുറയുന്നില്ല, പക്ഷേ വ്യത്യസ്തതയുണ്ട്.